ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രം തനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് സന്തോഷവതിയാകുകയാണ് കേട്ടോ. കാരണം വിക്രമിൽ നിന്നും ഒരിക്കലും വേദ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തന്നെ പൊന്നുപോലെ ആയിരിക്കും കേട്ടോ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദ വിക്രമിനോട് ചില കുസൃതികളൊക്കെ കാണിക്കുകയാണ്. വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ വിക്രം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേദയുടെ കാല് മുറിഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് വേദനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ വേദനെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയ്ക്ക് രാവിലെ ബ്രഷ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കിനും മാവില കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ബ്രഷ് ചെയ്യുകയും പിന്നീടാണെങ്കിൽ വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ഫ്രൂട്ട്സ്, അതായത് പഴങ്ങളൊക്കെ വേദ ഇതുമായിട്ടും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അമ്മാതിരി പഴങ്ങളൊക്കെ കൊണ്ടുവരികയാണേ. അത് കഴിക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എന്ത് പഴമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിഷമൊന്നുമല്ല, ധൈര്യമായിട്ട് കഴിച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ആ കായ്കൾ മുഴുവൻ കഴിക്കാൻ കേട്ടോ. ഒരെണ്ണം പോലും നമ്മുടെ വിക്രമിന് വേണമെന്ന് ചോദിക്കുന്നില്ലേ. ലാസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വേണ്ട വേണ്ട അതോടെ തിന്നെ നിറയട്ടെ, കൊണ്ടു തന്ന ആൾക്ക് ഒരെണ്ണം തരാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ. എനിക്ക് അത്രയ്ക്ക് വിശപ്പുണ്ടേ എന്ന് പറഞ്ഞിട്ട് വേദ അത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കും വേദ പറയുന്നത്, എനിക്കൊന്ന് കുളിക്കണമെന്നോ, കുളിച്ച് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ എവിടെ പോകുന്നു, വലിയ കല്യാണം ഉണ്ടോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് വേദ പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ, രണ്ട് ദിവസമായില്ലേ, എനിക്ക് കുളിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയുകയാണേ. ആ സമയത്ത് വേദേനെയും കൂട്ടിക്കൊണ്ട് കുറച്ചപ്പുറത്തേക്ക്, അതായത് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളവും പാറക്കെട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തുകയാണ്. അയ്യോ, ഇവിടെ നിന്ന് ഞാനിങ്ങനെ കുളിക്കാനോ, അത് മൊത്തം തുറസായ സ്ഥലമല്ലേ, പിന്നെ ഈ കാട്ടിൽ തുറസായ സ്ഥലമല്ലാതെ പിന്നെ കുടിൽ കാണുമോ ഈ കാട്ടിൽ, നീനൊക്കെ കുളിക്കണമെങ്കിൽ നീ ഇവിടെ കാണാൻ നിന്ന് കുളിച്ചു, ഞാൻ അപ്പുറത്തുണ്ടാവും. അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനിങ്ങനെ ഒരു മറ പോലും ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഞാനെന്ത് ചെയ്താൽ ഇനി അതിനും കൂടെ ഞാൻ സൗകര്യം ഉണ്ടാക്കി തരാം, ഇനി കുളിക്കാൻ വെള്ളം ഒഴിച്ച് തരണം, അതൊന്നും വേണ്ട, എന്നാലേ നീ നിൻ്റെ കാര്യം നോക്ക് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പിന്നെയും വാശി പിടിക്കുകയാണ്. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, ദേ അങ്ങോട്ട് നോക്കി, അവിടെ എന്തോ ഒരു പച്ച കളറ് ഇത് കിടക്കണ കണ്ടോ, ആരോ ഉപേക്ഷിച്ചിട്ട് പോയത് എന്തോ, അത് വെച്ചു പിന്നെ കുറച്ച് കമ്പുകളൊക്കെ കൊണ്ടുവന്നാൽ ഒരു മറയാവില്ലേ പ്ലീസ് വിക്രമ എന്നൊക്കെ പറയുമ്പോഴത്തേനും വിക്രം പിന്നെ ചെയ്ത് തരാം, ശല്യം സഹിക്കാൻ വയ്യല്ലേ, ഈ പണ്ടാരത്തിനെ കൊണ്ട് നാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ശല്യം തീർന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പിന്നെ അതെടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു നെറ്റ് കിടക്കുകയാണ്, നെറ്റ് വല കിടക്കുകയാണ്. ആ വലയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കമ്പൊക്കെ നാട്ടി ചുറ്റും ഇങ്ങനെ വലയൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേ നീ ഇവിടെ കുളിച്ചോ എന്ന് പറയാണ്. അങ്ങനെ വേദ അവിടെ ഇങ്ങനെ കുളിക്കുകയാണ് കേട്ടോ. കുളിച്ചിട്ട് വിക്രമാണെങ്കിൽ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെ എല്ലാം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ആ സമയത്ത് വേദ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദേഹം എല്ലാം വെള്ളമായിരിക്കും, ഇപ്പോൾ ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പനിയല്ലായിരുന്നോ, എന്നിട്ട് നീ തണുത്ത് നനഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടാൽ അത് തന്നെ മാറാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിട്ടു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയുടെ മുഖത്തെ ആ വെള്ളത്തുള്ളികളും ഒക്കെ കാണുമ്പോൾ വേദയുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശവും സൗന്ദര്യവും തോന്നിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിരിക്കും, ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് വിശപ്പ് വരും കേട്ടോ. പിന്നെയും പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ കേട്ടോ. നിൻ്റെ വയറ്റിൽ എന്താ കൊക്കപ്പുഴുവാണുള്ളത്, വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ എന്നൊക്കെ പറയാൻ കേട്ടോ. 2-3 ദിവസമായില്ല നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട്, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും തപ്പി നോക്കാം, നീ വാ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഇവർ കുറച്ച് അങ്ങനെ നടന്നു പോകുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും ഒരു തേൻകൂട് കാണുന്നത് കേട്ടോ. അങ്ങനെ തേൻ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ആ തേൻ കാണുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, തേനും അങ്ങനെ പലതും അവിടെ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ആ തേനൊക്കെ കുഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ, അതെടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ഇനി വരൂ എന്ന് പറഞ്ഞാൽ അത് വരില്ല, തേനീച്ചകൾ കണ്ടോ, അതിൻ്റെയൊക്കെ വല്ല കടിയും കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഇവിടുന്ന് പോക്ക് നടക്കത്തില്ല, അതുകൊണ്ടേ ഇപ്പം നീ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചേക്ക് എന്ന് പറയാനിട്ടോ. ഉടനെ വേദ സമ്മതിക്കുന്നില്ല. വേദ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കത് കുടിച്ചേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തതാ, പിന്നെ ഗുണ്ടയെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ കാര്യം, ഇതിന് പോലുള്ള ധൈര്യമില്ല എന്ന് പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരാൻ കേട്ടോ. നീ ഗുണ്ടാന്ന് എന്നെ വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ധൈര്യം കാണിക്കേണ്ടത് ഇമാതിരി കാര്യങ്ങളിലല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദ സമ്മതിക്കുന്നില്ല. പിന്നെയും വേദയുടെ ദേഷ്യം കാണുമ്പോൾ പിന്നെ വിക്രം അത് സമ്മതിക്കാനിട്ടു. ഞാനിട്ടത് തരാം, വാഴൊന്ന് അടച്ച് വെക്കണേ എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ ആ മരത്തിൽ കയറി സാഹസികമായിട്ട് എന്ന് തന്നെ പറയാം. തേനീച്ചകൾക്കെല്ലാം നടുവിലൂടെ ആ തേനിങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് പിരിച്ച് ഇങ്ങനെ നമ്മുടെ വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമും പകുതി എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വേദ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ വേദ കഴിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെയല്ല കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വിക്രം തന്നെ അത് പിടിച്ച് വാങ്ങിച്ചിട്ട് ആ തേനിങ്ങനെ വായിൽ ഇറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ.
മതിയാവോളം കഴിക്കുകയാണ്. ആ മതി മതി എന്ന് പറയുമ്പോൾ പിന്നെയും പിന്നെ വിക്രം കൊടുക്കാൻ ആ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ശുദ്ധമായ തേന വിക്രം പറയുന്നുണ്ട്. നാട്ടിൽ കിട്ടുന്ന പോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത തേനല്ല, നല്ല ശുദ്ധമായ തേന, അതുകൊണ്ട് തന്നെ രുചിയും കൂടും. കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ തേൻ കൊടുക്കാനുണ്ടോ. അങ്ങനെ വേദ വായ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് മൊത്തം വിക്രം തരുന്ന മൊത്തം ഇങ്ങനെ കുടിക്കാനുണ്ടോ. അങ്ങനെ വേദയുടെ വയറ് നിറയാണ്. അങ്ങനെ വിക്രമും പിന്നീട് കുടിക്കാനുണ്ടോ. ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാനുണ്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്ത് നല്ല മനസ്സാണ് എൻ്റെ വിക്രമൻ്റേത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ദിവസം കൂടി ഇനി ഇവിടെ നിൽക്കാൻ തോന്നുക നിൻ്റെ ഒപ്പം ഇങ്ങനെ കളിച്ച് രസിച്ച് സുഖിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ആ സമയത്ത് വിക്രമാണെങ്കിൽ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ദിശകളൊക്കെ നോക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ആ ദിശയായിരിക്കാം, കാരണം നമ്മൾ അവിടെ നിന്ന് വന്നത് ഈ ദിശയായിരിക്കാം, അപ്പോൾ ബൈക്ക് കിടക്കുന്നത് അവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോൾ വേദയെ ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും വിക്രം പറയുന്ന ഒന്നും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അവിടെ കുറേ പൂക്കളിങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരിക്കുമേ. അത് കണ്ടിങ്ങനെ നല്ല ഭംഗിയോടെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ വേദ. ആ സമയത്ത് വിക്രം ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞത് നീ കേട്ടോ എന്ന് പറയുമ്പോൾ, ഞാനതൊന്നും കേട്ടില്ല, ഇത് കണ്ടോ എന്ത് രസമാണ്, എത്ര രസമായിട്ടാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ, എന്ത് രസമല്ലേ വിക്രം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും, പിന്നെ പൂക്കളുടെ ഭംഗി കാണാനല്ലേ ഇപ്പോൾ സമയം, ഇവിടെ വാളും പരിചയമൊക്കെ ആയിട്ട് ഓരോരുത്തരും നമ്മളെ കൊല്ലാൻ നടക്കുമ്പോഴാണ് അവിടെ പൂക്കളുടെ ഭംഗി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറഞ്ഞിട്ട്, പിന്നെ ഇതൊന്നും പറഞ്ഞാൽ വിക്രമിന് മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്, ഇതൊക്കെ കാണണമെങ്കിലേ നല്ലൊരു മനസ്സ് വേണം, ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം, അല്ലാതെ കോട്ടോളൻ്റെ മനസ്സല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ചൊറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അതെ ഏകദേശമൊക്കെ ദിശകൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ സൈഡിലായിരിക്കും റോഡ്, അവിടെ വാഹനത്തിൻ്റെയൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, അയ്യോ അപ്പോൾ ഈ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞോ, ഇത്ര സമയമുള്ളൂ, ഇനിയും എനിക്ക് വിക്രമിൻ്റെ കൂടെ ഒരുപാട് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാതിരിക്കും കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, അതെ എനിക്ക് ഒരു കിരീടവും ഒരു മാലയും ഉണ്ടാക്കി തരണം ഈ പൂക്കൾ കൊണ്ട്, അതെൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, പിന്നെ ഒരാഗ്രഹം, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്, ഇപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി ആളുകൾ ഇതിലേക്കൂടെ നടക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പൂവും കിരീടവും മാലയും ഒക്കെ മര്യാദയ്ക്ക് വീട് പിരിച്ചേരാനുള്ള ആഗ്രഹമൊന്നും അല്ല കൊച്ചിന്, നീ പിന്നെ വലിയ പഠിപ്പ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വേദന ഇങ്ങനെ ശകാരിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേദ പറഞ്ഞിട്ട്, ഇല്ലില്ല എന്ത് പറഞ്ഞാലും ഞാനിവിടെ നിന്ന് വരത്തില്ല, എനിക്ക് ഇതുകൊണ്ട് ഒരു കിരീടവും മാലയും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണേ. ആ സമയത്ത് വിക്രം പറഞ്ഞാൽ ഇല്ല എന്തായാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കിനും വേദയും വാശി പിടിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, ആ അക്രമികളെ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്, ഞാനൊന്ന് ഒച്ച വെച്ചാൽ അവരിവിടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് വേദ ഒച്ച വെക്കാൻ പോകുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം പറഞ്ഞിട്ട്, ഈ ശല്യത്തെ കൊണ്ട് ഞാൻ മടുത്തു, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദയുടെ വായിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ മാറിപ്പോയിരുന്നു. തലയിൽ വെക്കണ സൈസ് ഒരു കിരീടം പോലെ ഒരു പൂവൊക്കെ കൊണ്ട് നല്ല സെറ്റപ്പിൽ വച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു മാലയും കൂടെ റെഡിയാക്കുന്നുണ്ടേ. അങ്ങനെ ആ മാലയും കിരീടവും കൂടെ വേദയ്ക്ക് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. അങ്ങനെ വേദ പറഞ്ഞിട്ട്, ഇനി ഉണ്ടാക്കിയ ആൾ തന്നെ അത് വെച്ചതാ എന്ന് പറയണം, റീത്ത് വെക്കുന്ന പോലെ ഞാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ആ മാലയും അതുപോലെ തന്നെ ആ തലയിലെ കിരീടവും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ വെച്ച് വേദ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ വിക്രം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. വേദയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ട് അങ്ങനെ വിക്രം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ആ ഗുണ്ടകൾ അവിടെ ഒരു വശത്തേക്ക് പറഞ്ഞത്. പെട്ടെന്ന് അവരെ കാണുമ്പോൾ വിക്രമാണെങ്കിൽ ബാബാ ഓടി ഒളിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോയി ഒരു മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിക്കാൻ കേട്ടോ. അപ്പോഴായിരിക്കും ആ തലയിലെ ആ കിരീടം താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഗുണ്ടകൾ ഓടി വരുമ്പോഴത്തേനും ആ കിരീടം കിടക്കുന്ന കാണണം കേട്ടോ. അങ്ങനെ അത് എടുത്ത് കഴിയുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇത് നോക്കി, ഇത് ആരോ ഇവിടെ ഉണ്ടാക്കിയതാണ്, അപ്പോൾ അവരിവിടെ തന്നെയാണുള്ളത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവിടെ എവിടെയോ ഉണ്ട് അവരെന്ന് പറഞ്ഞിട്ട് നമുക്ക് തപ്പാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തപ്പുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വേദയും വിക്രമും അവിടെ നിന്ന് ഇങ്ങനെ മാറുകയാണ്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കിരീടം പോയി, അതുകൊണ്ട് എനിക്ക് വേറൊരെണ്ണം ഉണ്ടാക്കി താന്ന് പറയുമ്പോൾ, പിന്നെ വേറൊരെണ്ണം ഉണ്ടാക്കി തന്നത് നിനക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറഞ്ഞിട്ട്, എന്ത് പറഞ്ഞാലും എനിക്ക് വേറെ ഒരെണ്ണം വേണം, എന്നാലേ നീ ഇവിടെ തന്നെ നിന്നോ. ഞാനിവിടെ തന്നെ നിൽക്കാൻ പോവാം, ഞാൻ ഇനി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരത്തില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പറഞ്ഞത്, വിക്രം പൊക്കോ, അവരെല്ലാവരും കൂടെ എന്നെ പിടിക്കുകയോ തിന്നോ അവർ പറഞ്ഞ പോലൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ വാശി കാണിച്ച് നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നിൻ്റെ വാശിക്കൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല, നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വെറും വഷളനാക്കി കാണരുത് എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യം വന്നിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. പക്ഷെ വേദ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലേ വിക്രം അങ്ങനെ പോയി കളയുമെന്ന്. വിക്രമിനെ കുറേ വിളിക്കുന്നുണ്ടെങ്കിലും
വിളി കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ആനയുടെ അലർച്ചയും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് വേദ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം നീ എവിടെയാണ്, നീ വേഗം നീങ്ങൊന്ന് വന്നേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ എന്നെ സമാധാനിപ്പിച്ചൊന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ പോരായിരുന്നോ, നീ എന്നെ തനിച്ചേക്ക് പോകല്ലേ വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദ ഇങ്ങനെ നന്നായിട്ട് ഭയന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വന്ന് പിന്നിലൂടെ വന്ന വേദയെ പിടിക്കാനുണ്ട് നമ്മുടെ വിക്രം. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ധൈര്യശാലിയുടെ ധൈര്യമൊക്കെ ഇവിടെ പോയി ചോർന്നു പോയോ എന്ന് പറയാൻ കേട്ടോ. പിന്നെ കാല് വയ്യാത്ത എനിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ, എന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയില്ലേ കോട്ടാള് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെ പരസ്പരം ഓരോ ശകാരിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരോട് അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആനയ്ക്ക് വച്ചിരിക്കുന്ന ആ ഒരു കെണിയിൽ ഇവർ അകപ്പെട്ടു പോകുകയാണ് കേട്ടോ. അങ്ങനെ ആ കെണിയിലേക്ക് വീഴുകയാണ് കേട്ടോ. അങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കയറി വരാൻ ഒരു തരത്തിലും ഒക്കുന്നില്ല, കാരണം നല്ല വലിയ വലിപ്പമുള്ളൊരു കുഴിയായിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ സോറി, ഇപ്പോൾ വേദ പറയണം, അപ്പോൾ ആന ഉണ്ടല്ലോ ഇവിടെ, കാരണം ആനയ്ക്ക് വേണ്ടിയിട്ട് വെട്ടിയ കുഴിയായതുകൊണ്ട് ആനയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എനിക്ക് പേടിയാക്കുന്ന വിക്രം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുഴിയിൽ നിന്ന് കയറണം, അതിനിപ്പോൾ എന്താ വഴി, എങ്ങനെ മേലോട്ട് കയറും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ എൻ്റെ തോളിൽ ചാരി നീ ചവിട്ടി മേളിലേക്ക് കയറണം, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എന്നെ പിടിച്ച് കയറ്റിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സമ്മതിച്ച് വേദേനെ തോളിലേക്ക് കയറ്റി മണ്ടയിലേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വിക്രമനെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആ കമ്പ് ഒടിഞ്ഞു പോകുകയാണ്. വിക്രം അങ്ങനെ താഴേക്ക് വീഴാണ്. വിക്രമൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തലമണ്ടയിൽ ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല, ഈ ഒരു കുഞ്ഞു കമ്പ് കൊണ്ട് ഞാൻ എങ്ങനെ കയറി വരാനാ, മതി അതൊക്കെ വേറെ എന്തെങ്കിലും എടുക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുറേ തപ്പുന്നുണ്ട്, തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. തമിഴിലാണെങ്കിൽ സാരി ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, അങ്ങനെ സാരി അഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രമിന്. അങ്ങനെ സാരിയിൽ പിടിച്ചായിരിക്കും കയറി വരണത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും രണ്ടുപേരോടുള്ള ലവ് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേദ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും തമിഴിൽ പോകുന്നത്. ശേഷം കാണിക്കുന്നത് അവരവിടെ നിന്നും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് റോഡ് കാണുന്നു കേട്ടോ നമ്മുടെ വിക്രം. എന്നിട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമാകുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് റോഡ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ഇനി നമ്മളൊരു 10 മിനിറ്റ് കൂടെ നടന്നാലും നമുക്ക് റോഡിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തിൽ വിക്രം ഇങ്ങനെ ഓടുമ്പോഴായിരിക്കും വേദയാണെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെ വിക്രമിനെ വിട്ടിട്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും 2-3 ദിവസം കൂടെ പിടിച്ചു നിൽക്കണം, വിക്രമിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ എനിക്ക് വേണം എന്നൊക്കെ ചിന്തിച്ച് വേദ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോഴായിരിക്കും ഗുണ്ടകൾ ഇവരുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വേദ കാണുന്നത്. അങ്ങനെ നിലത്ത് കിടന്നൊരു കല്ലെടുത്ത് ആ ഗുണ്ടകൾക്കിട്ട് എറിയാൻ കേട്ടോ. പെട്ടെന്ന് ഗുണ്ടകളാണെങ്കിൽ വേദേനെ കാണുകയാണ്. അങ്ങനെ വേദേനെയും അതുപോലെ തന്നെ വിക്രമിനെയും വന്ന് കീഴ്പ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ പിന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കെട്ടിയിരുന്നത് പഴയതുപോലെ ഒരുമിച്ചായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാഷിൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ജപ്തി നോട്ടീസ് കൊണ്ട് ഇടുകയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ വാസനമേലയുടെ പരിപാടികളായിരിക്കും. അങ്ങനെ ജപ്തി നോട്ടീസ് കാണുന്ന കമലാമ്മയും മാഷും കൂടെ പൊട്ടി കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്നാലും വളരെ രസകരമായ എപ്പിസോഡുകളാണ് ഈ വരാനിരിക്കുന്നത്. ഇത് 2-3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സ്റ്റോറികളാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.